സിനിമ. ഈ സിനിമാ മോഹം കൊണ്ട് എത്ര ആൾക്കാരുടെ ലൈഫാണ് അറിയോ നടുത്തെരുവിൽ വരാൻ കാരണം. ചെന്നൈ വടപഴനി ബസ് സ്റ്റോപ്പിൽ രാവിലെ 6 to 7 മണിക്ക് അവിടെ പോയി വെച്ചാൽ കാണാം എത്ര ആൾക്കാരാണ് ഈ ചാൻസ് ചോദിച്ചിട്ട് എങ്ങനെ വരുന്നുണ്ടെന്ന്. ഈ സിനിമ ലൈഫിന് വേണ്ടി നാട്ടിൽ നിന്ന് ആൾക്കാർ ബാഗും തുണിയൊക്കെ ആക്കിയിട്ട് നേരെ വടപഴനിക്ക് വരും. ചെന്നൈ വടപഴനി വന്ന് അവിടെയുള്ള ലോക്കൽ ഏജന്റുമാരുണ്ടാവും, കോർഡിനേറ്റേഴ്സ്. അതായത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു സിനിമയിൽ കൊണ്ടുപോയി വെച്ചാൽ 500 രൂപ ശമ്പളം കിട്ടും. ഈ 500 ശമ്പളത്തിന് വേണ്ടി നിന്നെ ഒരു ക്യാരക്ടർ തരാൻ പറഞ്ഞിട്ട് ആ കോർഡിനേറ്റർ ഇവനെ കൊണ്ടുപോകും. രാവിലത്തെ ഫുഡും ഫ്രീ, ഉച്ചയ്ക്ക് ഫുഡ് ഒക്കെ പ്രൊഡക്ഷൻ ഫുഡാണ്. ഇതൊക്കെ കൊടുത്ത് അവരെങ്ങനെ കൂട്ടമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകും. ഇവന്റെ വിചാരം അങ്ങനെയൊക്കെ പോയി വെച്ചാൽ വലിയ സ്റ്റാർ ആകാന്നൊക്കെയാണ്. അങ്ങനെ സ്റ്റാറായ ആൾക്കാരൊക്കെ ഉണ്ട്. അതിൽ 2000 പേരിൽ 1-2 പേര് മാത്രം ഈ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് വലിയ ആളായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞാൽ കൂട്ടമായിട്ട് പോവുക, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് എന്ന് പറയും. ഇതിൽ മുതലെടുക്കുന്ന ആര് വെച്ചാൽ അവിടുത്തെ കോർഡിനേറ്റേഴ്സ് ആണ്, അതായത് ഏജന്റുമാർ. കമ്പനിയിൽ 1000 രൂപ എഴുതി വാങ്ങിയാൽ ഇവർക്ക് കൊടുക്കുന്ന 300-400 ആയിരിക്കും. ബാക്കിയൊക്കെ ഈ ഏജന്റിന്റെ കയ്യിലായിരിക്കും. അങ്ങനെയൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഈ സിനിമ ചാൻസ് വേണ്ടി ഇവിടെ നാട്ടിൽ ഉള്ള കണ്ടവും കാടൊക്കെ വിറ്റിട്ടായിരിക്കും ഇവര് പോണത്. അവിടെ പോയി 1 മാസം നോക്കും, 2ാം മാസം ചെലവിന് പൈസ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ പറയണ്ടല്ലോ അവിടുത്തെ അവസ്ഥ. പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും, റൂം എടുക്കും, റൂം എടുക്കും, ആ വാടക കൊടുക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ചാൻസ് കിട്ടാതെ ഈ അമ്മ ഉണവകം എന്ന് പറയും, അതായത് വിലക്കുറവായിട്ട് കിട്ടുന്ന ഗവൺമെന്റിനാണ് അമ്മ ഉണവകം. അവിടെ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനടക്കം ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ചോദിച്ചാൽ ഞാനും സിനിമയിൽ വർക്ക് ചെയ്തവനാണ്. എൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ സിനിമയിലെ ഒരു കമ്പനിയിൽ പ്രൊഡക്ഷൻ മാനേജർ വർക്ക് ചെയ്ത ആളാണ്. കല്യാണം കഴിഞ്ഞപ്പോഴാണ് നാട്ടിൽ വന്ന് ഈ പച്ചക്കറി കച്ചവടം ചെയ്ത് ഇങ്ങനെ ഇവിടെ നിന്ന് സെറ്റിൽ ആയത്. അപ്പോൾ എൻ്റെ അനുഭവം പറയാം, ഞാൻ കണ്ട അനുഭവം പറയാണ്. നിറയെ പേര് ഞാൻ വലിയ ആർട്ടിസ്റ്റ് ആകണം, കോമഡി ആർട്ടിസ്റ്റ് ആകണം, സ്റ്റാർ ആകണം, ഡയറക്ടർ ആകണം, അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഒരു പണിയും ഇല്ലാതെ ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവൻ്റെ വിചാരമൊക്കെ ചെന്നൈയിൽ പോയി വലിയൊരാളായി പേര് പുകളൊക്കെ ചമ്പരിച്ച് വെച്ചാൽ നാട്ടിൽ നല്ല വെയിറ്റും വിലയൊക്കെ ഉണ്ടാവുന്നതാണ്. ജമീന്ദാരടക്കം ഈ സിനിമ മോഹം കൊണ്ട് സിനിമയ്ക്ക് പോയിട്ട് ഇപ്പോൾ ആ ജമ്മി സ്വത്തെല്ലാം പോയി ചെറിയ ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് ഇപ്പോൾ നടിക്കുന്ന ഒരാളുണ്ട്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ആള് കോയമ്പത്തൂരാണ്. നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ പെട്ടെന്ന് അറിയും. അങ്ങനെയുള്ള ജമീന്ദാർക്കടക്കം ഇപ്പം ഭയങ്കര മോശമായ സിറ്റുവേഷനാണ്. എന്തെന്നെ പേര് പുകഴ് വലിയ സെലിബ്രിറ്റി ആയാലും സമാധാനം എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തോടെ ഇരുന്ന് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ സമാധാനം. നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചു നോക്കി, എത്ര വലിയ പേരും പുകഴും വല്ല അന്തസ്സൊക്കെ ഉണ്ടായ ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചേക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കി. ആ ആർട്ടിസ്റ്റിന്റെ സങ്കടം കേട്ട് വെച്ചാൽ നിങ്ങൾ എത്രയോ വലിയൊരു സന്തോഷക്കാരനാണെന്ന് പിന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ. വലിയ കോടീശ്വരൻ നിങ്ങളാണ്, അതായത് ആർട്ടിസ്റ്റ് അല്ല. നിങ്ങൾക്ക് പൈസ മാത്രമില്ല, പക്ഷെ സമാധാനമുണ്ട്. ലൈഫിൽ ഏറ്റവും വലുത് പൈസയൊന്നുമല്ല, സമാധാനമാണ്. ലൈഫ് ഈസ് ഹാപ്പി ലൈഫ്, അതാണ് വേണ്ടത്. ഞാൻ പറയാം, നിങ്ങൾ സിനിമയിൽ തന്നെ വലിയ സെലിബ്രിറ്റി ആവണം, വലിയ ആർട്ടിസ്റ്റ് ആവണം, പേരുണ്ടാക്കണം, പോഴുണ്ടാക്കണം, അന്തസ് ഉണ്ടാക്കണം. അത് സിനിമയിൽ നിന്നല്ല, നമ്മൾ എന്ത് ഫീൽഡിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ചെയ്യുന്ന തൊഴിൽ തന്നെ ഒരു കണ്ടന്റ് ആക്കിയിട്ട് ഇപ്പോൾ വരുന്ന സെലിബ്രിറ്റി ആകാൻ പല വഴികളുണ്ട്. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഒരു കഴിവ് തെളിയിക്കാം. സിനിമയിൽ തന്നെ പോയി കഴിവ് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ 1 പടവോ 2 പടവോ അഭിനയിച്ച് വലിയ സ്റ്റാർ ആകാൻ നോക്കിയാൽ അത് ഇനിയുള്ള കാലത്ത് നടക്കില്ല. ഒന്നിനൊന്ന് ബെറ്റർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ ചെയ്യുന്ന തൊഴിൽ തന്നെ ഒരു കണ്ടന്റ് ആയിട്ട് ഇങ്ങനെ ഓരോരോ വീഡിയോ ചെയ്യുക, അതേ 4 ആൾക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാണ്ട് സിനിമയിൽ തന്നെ പോയിട്ട് ഞാൻ ജയിച്ചതെന്ന് പറഞ്ഞാൽ ലൈഫ് പോയി വെച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. അതുകൊണ്ട് പൈസയും കളയരുത്, ഉള്ളതിനെ വെച്ച് തൃപ്തിപ്പെടാൻ നോക്കുക. ഓക്കെ, എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, വെറുതെ ടൈം വേസ്റ്റ് ആക്കരുത്. ഈ ടൈം പറഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോഴേക്ക് പോകും, തിരിച്ചു വരില്ല. ലാസ്റ്റ് കുടുംബം ഉണ്ടാവില്ല, കുട്ടി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, നടുത്തെരുവിലായിരിക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നോക്കുക, ഹാപ്പിയായി ജീവിക്കാൻ നോക്കുക. ഓക്കെ, വെറുതെ ലൈഫ് കളയാൻ നോക്കണ്ട.